അത് പറഞ്ഞപ്പോഴാണ് വീട്ടിൽ അമ്മച്ചി പറയാനായിട്ട് എൻ്റെ വീട്ടിലെന്തൊക്കെ പ്രശ്നമൊക്കെയാണെന്ന് പറയാനായിട്ട്. അത് നമ്മുടെ ഭാര്യയ്ക്ക് പൊസസീവ്നെസ്സിൻ്റെ ഒരു, ഞാൻ ഈ വീട്ടുകാരോട് നല്ല രീതിയിൽ പെരുമാറാൻ സംസാരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പറ്റില്ല. പൊസസീവ്നെസ്സിൻ്റെ ആണല്ലോ, വേറെ ഒന്നുമില്ല. പൊസസീവ്നെസ് അതൊക്കെ എൻ്റെ ഭാര്യ കേട്ടോ. ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ പൊസസീവ്നെസ്, ലവലേശം. എനിക്കിപ്പോൾ എന്താ പണി? അവളെ ഡ്യൂട്ടിക്ക് ഉണ്ടാക്കുക, തിരിച്ചു കൊണ്ടുവരിക. ബാക്കി ഫുൾ ടൈം ഞാൻ ഫ്രീ അല്ലേ. ഞാനിങ്ങനെ മെൽബൺ ടു സിഡ്നി, സിഡ്നി ടു മെൽബൺ, ഇങ്ങനെ ബാറും പബ്ബും ഒക്കെ ആയിട്ട്. ഒരു ദിവസം ഇവൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ വന്നു. അന്ന് തിരുവല്ലാക്കാരി ഒരു സോഫി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട്. ഞങ്ങളെ കണ്ടിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പൊസസീവ്നെസ് തോന്നിയില്ലല്ലോ, ലവലേശം. അതാണ്. പിന്നെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സാധാരണ ഇവിടെ രാവിലെ 8 മണിക്കാണ് വരേണ്ടത്. അന്ന് രാവിലെ കുറച്ച് നേരത്തെ 6 മണിയായപ്പോൾ എത്തി. അന്ന് കോട്ടയത്തുള്ളൊരു ആനി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട്. അന്നും പൊസസീവ്നെസ്, അന്ന് ചെറുതായിട്ട് പൊസസീവ്നെസ് തോന്നിയായിരുന്നു. പിന്നെ കുറച്ചാൾ മിണ്ടാണ്ടൊക്കെ ഇരുന്ന്. അതിലിപ്പോൾ പാവം പ്രസവമൊക്കെ കഴിഞ്ഞ് കൊച്ചിനെയൊക്കെ കളിപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കോട്ടയത്താനിയല്ല, എൻ്റെ ഭാര്യ. ആ കള്ളനി പറഞ്ഞില്ല ഇങ്ങനൊരു മോൻ 6 മാസമായി. തക്കട് പാവ, പൂച്ച കണ്ണും സായിപ്പിൻ്റെ കളറും സായിപ്പിൻ്റെ മുടിയൊക്കെ ആയിട്ട്. സായിപ്പിൻ്റെ കളറും മുടിയോ? കാലാവസ്ഥയുടെയാ. പിന്നെ എൻ്റെ അപ്പാപ്പനെയൊക്കെ പണ്ട് മാമോസ ചേർത്തതൊരു സായിപ്പായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇത് ഉണ്ടാവും. ഇത് അപ്പം നീ തിരിച്ച് പോണം. അതെ, നമ്മൾ ഈ പെയിൻറ്റിൽ ടർപ്പൻ ചേർക്കുന്നതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയായിരുന്നു? എത്ര ചേർക്കണം? അത് ലിറ്ററിന് 100 ml. ലിറ്ററിന് 100. അപ്പം മറ്റേ ഭിത്തിയിലടിക്കണമെങ്കിൽ അത് എമൽഷനല്ലേ, വാട്ടറാണ്. അതിൽ ടർപ്പൻ വേണ്ട. നന്നായി. അപ്പോൾ നിനക്ക് ഈ ഇന്ത്യയിലെ കൊതുകടി ഒരു പ്രശ്നമല്ലേ? ഇന്ത്യയിലെ കൊതുക് കടിക്കുന്നതിൻ്റെ സുഖമൊന്നും ഓസ്ട്രേലിയ കിട്ടൂലടോ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ അല്ലേ? ഏത് ആശാണ് ഞാൻ ചോദിക്കാം.